തിയറം 7.1 എന്താ പറയുന്നതെന്നറിയോ? നമ്മളൊരു ഗ്രാഫ് എടുത്തു. ആ ഗ്രാഫിലെ വേർട്ടീസസ് നമ്മൾ എടുത്തിട്ട് അതിൽ ഒരു സെറ്റ് ഓഫ് വേർട്ടീസസിനെ ഞാൻ എസ് എന്ന് വിളിച്ചു. ഈ എസ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ വേർട്ടീസസിൽ നിന്ന് എസ് ഒഴിവാക്കിയിട്ടുള്ള വേർട്ടീസസ് ഉണ്ടാവുമല്ലോ, അത് കവറിങ് ഓഫ് ജി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്നറിയോ? ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടീസസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയാം. ആ വേർട്ടീസസിൻ്റെ കളക്ഷന് പ്രത്യേകതയുണ്ട്. നമ്മൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടീസസ് നമ്മൾ ആ സെറ്റിലേക്ക് യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഈ ഗ്രാഫിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടീസസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് എടുക്കില്ല. ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് അഡ്ജസൻ്റ് അല്ലാത്ത രണ്ട് വേർട്ടീസസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അഡ്ജസൻ്റ് അല്ലാത്ത വേർട്ടീസസിന് നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം ഇതാ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇവർ രണ്ടുപേരെ മാത്രമേ വരുള്ളൂ. അല്ലേ, മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ് നമുക്കിതിലെടുക്കാൻ പറ്റുന്ന 2 ആണ്. ഇനി എന്താണ് കവറിങ് എന്നറിയോ? കവറിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു എഡ്ജ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൽ ഒരു എൻഡ് എന്തിലുണ്ടാവും, കവറിങ്ങിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കവറിങ് എന്ന് പറയുന്നതും വേർട്ടീസസ് ആണ്, വേർട്ടീസസിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നതും വേർട്ടീസസിൻ്റെ ഒരു കളക്ഷനാണ്, ഒരു സബ്സെറ്റാണ്. ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ നമ്മൾ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടീസസിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. എന്നാൽ നമ്മൾ കവറിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു എഡ്ജ് എടുക്കുകയാണെങ്കിലും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു എൻഡെങ്കിലും, ഒരു എൻഡ് വേർട്ടീസസ് എങ്കിലും എവിടെ ഉണ്ടാവണം, നമ്മുടെ കവറിങ്ങിൽ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കവറിങ്ങിൽ കൊടുക്കാം, ഇതിനെ കവറിങ് കൊടുക്കാം, ഇതിനെ കവറിങ് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, ഏത് എഡ്ജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു വേർട്ടീസസ് എങ്കിലും എവിടെയുണ്ട്, നമ്മുടെ കവറിങ്ങിൽ. ഈ ബ്ലൂവിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ കവറിങ്ങിലുണ്ട്. ഓക്കെ, നമുക്ക് ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് ആദ്യം ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്ന് വിചാരിക്കുക. ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടീസസ് ഇൻഡിപെൻഡൻറ്റ് സെറ്റിലില്ല. അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടീസസ് എന്ന് പറയുമ്പോൾ അതെന്താ, ഒരു എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യേണ്ട അഡ്ജസൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഒരു എഡ്ജിലെ ഒരു എൻഡ് മാത്രമേ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സെറ്റിലുള്ളൂ, മറ്റേ എൻഡ് എവിടെ ഉണ്ടാവില്ല, ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ഉണ്ടാവില്ല. ഇനി ഞാൻ ഈ എൻഡിനെ നമ്മുടെ കവറിങ്ങിലെ ഒരു എലമെൻ്റ് ആയിട്ട് എടുക്കുക. കവറിങ്ങിലെ ഒരു എലമെൻ്റ് ആക്കി എടുത്തൂടെ? കാരണം എന്താ, കവറിങ്ങിലെ ഒരു എലമെൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഏത് എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു എൻഡ് എവിടെ ഉണ്ടാവും, കവറിങ്ങിൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സംഭവം പ്രൂവ് ചെയ്യുന്നത്.